എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 T20 ലോകകപ്പിന്റെ ഫൈനൽ വേദിയിൽ നിന്നും കായിക ലോകത്തെയും ആഗോള രാജകുടുംബങ്ങളെയും ഒന്നടങ്കം അമ്പരപ്പിച്ച ഒരു സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ നടന്ന ഐതിഹാസിക കലാശ പോരാട്ടത്തിൽ കിവീസ് പടയെ തകർത്തെറിഞ്ഞ് ടീം ഇന്ത്യ തങ്ങളുടെ 3ാം ലോകകപ്പ് കിരീടം സ്വന്തമാക്കി പുതിയൊരു ചരിത്രം രചിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ വിജയത്തിന്റെ മാറ്റുകൂട്ടിയത് മത്സരശേഷം ടൂർണമെന്റിലെ താരമായ സഞ്ജു സാംസനെ ആദരിക്കാൻ സാക്ഷാൽ ദുബായ് രാജകുമാരി ഷെയ്ഖ് മഹ്റ നേരിട്ട് മൈതാനത്തിറങ്ങിയപ്പോഴാണ്. രാജകുമാരി സഞ്ജുവിന് പ്രത്യേക പുരസ്കാരം നൽകുക മാത്രമല്ല, അദ്ദേഹത്തിനും മുഴുവൻ ടീം ഇന്ത്യയ്ക്കും മേൽ കോടികളുടെ ധനവർഷം നടത്തി ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുകയും ചെയ്തു. ഷെയ്ഖ് മഹ്റ എങ്ങനെയാണ് സഞ്ജു സാംസനെ തന്റെ ഏറ്റവും വലിയ ക്രഷ് എന്നു വിളിച്ചതെന്നും എത്ര കോടി രൂപയാണ് സമ്മാനമായി നൽകിയതെന്നും ഈ വീഡിയോയിലൂടെ നമ്മളിപ്പോൾ നോക്കുകയാണ്. അഹമ്മദാബാദിലെ ചരിത്രപ്രസിദ്ധമായ മൈതാനത്ത് ഇന്നലെ കണ്ട കാഴ്ച വെറുമൊരു ക്രിക്കറ്റ് മത്സരമായിരുന്നില്ല, മറിച്ച് ഒരു ദൈവിക അത്ഭുതത്തിൽ കുറഞ്ഞൊന്നുമായിരുന്നില്ല. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 255 എന്ന കൂറ്റൻ സ്കോറാണ് പടുത്തുയർത്തിയത്. ഇന്ത്യയുടെ യഥാർത്ഥ ഹീറോയായി മാറിയത് ബാറ്റിംഗ് വിസ്മയം സഞ്ജു സാംസനായിരുന്നു. ന്യൂസിലൻഡ് ബൌളർമാരെ അക്ഷരാർത്ഥത്തിൽ പഞ്ഞിക്കിട്ട സഞ്ജു വെറും 46 പന്തുകളിൽ നിന്ന് 89 റൺസിന്റെ അതിഗംഭീരമായ ഇന്നിംഗ്സാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പറന്ന മനോഹരമായ ഫോറുകളും കൂറ്റൻ സിക്സറുകളും കിവീസ് ബൌളർമാരുടെ ഉറക്കം കെടുത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലൻഡിനെ 159 റൺസിലൊതുക്കി 96 റൺസിന്റെ പടുകൂറ്റൻ വിജയം ഇന്ത്യ സ്വന്തമാക്കിയതോടെ സ്റ്റേഡിയം മുഴുവൻ സഞ്ജു സഞ്ജു എന്ന ആവേശ തിരമാലയിൽ അമർന്നു. എന്നാൽ മത്സരത്തിലെ ഏറ്റവും വലിയ സർപ്രൈസ് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് കാണികളിൽ ഒരാൾ പോലും അത് മുൻകൂട്ടി കണ്ടിരുന്നില്ല. പ്രസന്റേഷൻ സെറമണിക്കുള്ള വേദി ഒരുങ്ങിയപ്പോൾ അവതാരകൻ മുഖ്യ അതിഥിയുടെ പേര് പ്രഖ്യാപിച്ചു. ആ പേര് കേട്ട് കാണികൾ മാത്രമല്ല, അവിടെയുണ്ടായിരുന്ന ICC ഉദ്യോഗസ്ഥർ പോലും അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരായിപ്പോയി. തന്റെ അപാരമായ സൗന്ദര്യം കൊണ്ടും രാജകീയ പ്രൗഢി കൊണ്ടും ലോകമെമ്പാടും അറിയപ്പെടുന്ന ദുബായ് രാജകുമാരി ഷെയ്ഖ് മഹ്റയായിരുന്നു ആ മുഖ്യ അതിഥി. ഈ ഹൈ വോൾട്ടേജ് പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാനും ഇന്ത്യൻ ടീമിന് പിന്തുണ നൽകാനും വേണ്ടി പ്രത്യേക വിമാനത്തിലാണ് അവർ ദുബായിൽ നിന്നും അഹമ്മദാബാദിൽ വന്നിറങ്ങിയത്. രാജകീയ പ്രൗഢിയോടെ വേദിയിലെത്തിയ ഉടൻ തന്നെ ക്രിക്കറ്റ് മൈതാനത്തെ രാജകീയ പ്രോട്ടോക്കോളുകൾ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ നേരിട്ട് ടൂർണമെന്റിലെ താരമായ സഞ്ജു സാംസന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് ആവേശത്തോടെ ഹസ്തദാനം നൽകി. ഈ ചരിത്ര നിമിഷത്തിനു ശേഷം രാജകുമാരി ഷെയ്ഖ് മഹ്റ മൈക്കെടുത്തപ്പോൾ അവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയയിൽ അക്ഷരാർത്ഥത്തിൽ തീപ്പൊരി പാറിച്ചു. സഞ്ജുവിന്റെ കണ്ണുകളിൽ നോക്കി വളരെ വികാരാധീനയായി അവർ പറഞ്ഞു, "ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് വെറുമൊരു ഔദ്യോഗിക അതിഥിയായോ ഒരു സാധാരണ കാണിയായോ അല്ല. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അചഞ്ചലമായ പോരാട്ട വീര്യത്തിന്റെയും പ്രത്യേകിച്ച് സഞ്ജു സാംസന്റെയും ഒരു വലിയ ആരാധികയായാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സഞ്ജു, ലോകകപ്പ് ഫൈനൽ പോലൊരു സമ്മർദ്ദഘട്ടത്തിൽ നിങ്ങൾ കാഴ്ചവെച്ച ആ നിർഭയത്വവും അഹമ്മദാബാദ് സ്റ്റേഡിയത്തിന്റെ എല്ലാ കോണുകളിലേക്കും നിങ്ങൾ പേയിച്ച സിക്സറുകളുടെ മഴയും എന്റെ ഹൃദയം കീഴടക്കിയിരിക്കുന്നു. നിങ്ങളുടെ ആ വിനയവും ശാന്തപ്രകൃതിയും കളിക്കളത്തിലെ ആക്രമണോത്സാഹിത്വവുമാണ് നിങ്ങളെ എന്റെ ഏറ്റവും വലിയ ക്രഷാക്കി മാറ്റിയത്." രാജകുമാരിയുടെ ഈ വാക്കുകൾ സഞ്ജുവിനെ അത്ഭുതപ്പെടുത്തുക മാത്രമല്ല, ലോക ക്രിക്കറ്റിൽ പുതിയൊരു ചർച്ചയ്ക്ക് തുടക്കമിടുകയും ചെയ്തു. എന്നാൽ ഷെയ്ഖ് മഹ്റയുടെ ആവേശം അവിടെ അവസാനിച്ചില്ല. സഞ്ജു സാംസന്റെ വ്യക്തിഗത മികവിനെ പ്രശംസിച്ചതിനൊപ്പം 3ാം ലോകകപ്പ് സ്വന്തമാക്കിയ ടീം ഇന്ത്യയുടെ ഈ ഗംഭീര വിജയം ആഘോഷിക്കാൻ അവർ തന്റെ രാജകീയ ഖജനാവ് ലോകത്തിനു മുന്നിൽ തുറന്നുവെച്ചു. ലോകമാധ്യമങ്ങളെ സാക്ഷിയാക്കി അവർ പ്രഖ്യാപിച്ചു, "സഞ്ജു സാംസന്റെ ഈ അവിസ്മരണീയമായ ഫൈനൽ ഇന്നിംഗ്സിനോടുള്ള ആദരസൂചകമായി ഞാൻ അദ്ദേഹത്തിന് വ്യക്തിപരമായി 25 കോടി രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിക്കുന്നു. ഒപ്പം ടീം ഇന്ത്യ ഒന്നടങ്കം നടത്തിയ ഈ അവിശ്വസനീയമായ പ്രകടനത്തിന് മുഴുവൻ ടീമിനുമായി 150 കോടി രൂപയുടെ പ്രത്യേക റോയൽ ബോണസ് ഞാൻ സമ്മാനിക്കുകയാണ്." ഈ അഭൂതപൂർവമായ സംഭവത്തിനു ശേഷം ക്രിക്കറ്റ് ലോകത്തെ വമ്പന്മാർക്കും അമ്പരപ്പും അടക്കാനായില്ല. ഓസ്ട്രേലിയൻ മുൻ ക്യാപ്റ്റൻ റിക്കി പോണ്ടിംഗ് പ്രതികരിച്ചത്, "അഹമ്മദാബാദിൽ സഞ്ജു സാംസൺ ഇന്ന് കാഴ്ചവെച്ച പ്രകടനം അവിശ്വസനീയമാണ്. ഈ രാജകീയ ബഹുമതിക്ക് അദ്ദേഹം അർഹനാണ് എന്നാണ്." എന്തായാലും സഞ്ജു സാംസന്റെ ഈ വെടിക്കെട്ട് ഇന്നിംഗ്സും അതിന്മേൽ ദുബായ് രാജകുമാരി ചൊരിഞ്ഞ കോടികളുടെ സമ്മാനവും ടീം ഇന്ത്യയുടെ പ്രശസ്തി ലോകമെമ്പാടും എത്രത്തോളം പടർന്നിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ഇനി ചോദ്യം നിങ്ങളോടാണ്. അഹമ്മദാബാദിൽ സഞ്ജുവും ഷെയ്ഖ് മഹ്റയും തമ്മിലുള്ള ഈ നിമിഷം ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ സംഭവമായി മാറിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇന്ത്യൻ ടീമിനോടുള്ള സ്നേഹവും താഴെ കമന്റ് ബോക്സിൽ റോയൽ റിവാർഡ് എന്ന് രേഖപ്പെടുത്തി ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.